അടുത്ത 11th ക്വസ്റ്റ്യൻ പറഞ്ഞത് 3/3 മെട്രിക്സിനെ വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോമൊക്കെ സെയിം ഫോം തന്നെ. എന്ത് ചെയ്യുക? എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? എയും എക്സും ബി ഒക്കെ എഴുതുക. അപ്പോൾ എ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? എ ഈസ് ഈക്വൽ ടു ഒരു 3/3 മെട്രിക്സ് വരും. അപ്പോൾ എങ്ങനെ വരും? 2 1 1. അടുത്ത വരും 1 -2 -1. അടുത്ത വരും അവിടെ ആരില്ല, എക്സ് ഇല്ല. അപ്പോൾ എക്സ് ഇല്ല, അതുകൊണ്ട് എഴുതി കൊടുക്കുക, 0 കൊടുക്കുക. അടുത്ത വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആരുണ്ട്? 3 ഉണ്ട്. സെറ്റിൻ്റെ കോയിഫിഷ്യൻ്റ് ആരുണ്ട്? -5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. അടുത്ത് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞ് കിട്ടും. ബി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ബി ഈസ് ഈക്വൽ ടു 1 3/2 9 എന്ന് പറഞ്ഞ ഒരു കോളം മെട്രിക്സും കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ മാറ്റില്ല. എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ എ ഇൻവേഴ്സ് അടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 × -5 ഈസ് ഈക്വൽ ടു 10 -3 × -1 ഈസ് ഈക്വൽ ടു -3. അപ്പം +3 എന്ന് പറഞ്ഞു വരും. അടുത്ത വരും -1 × -5 -0 ഇൻറ്റു ഇതെന്ത് വരും? -1 ഈസ് ഈക്വൽ ടു 0 തന്നെ. അടുത്ത +1 × 1 × 3 ഈസ് ഈക്വൽ ടു 3 മൈനസ് എന്ത് വരും? 0 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഈസ് ഈക്വൽ ടു 2 × 10 + 3 ഈസ് ഈക്വൽ ടു 13 എന്ന് പറഞ്ഞ് വരും. -1 × -5 പ്ലസ് ഇവിടെ എന്ത് വരും? 1 × 3 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു 2 × 13 ഈസ് ഈക്വൽ ടു 26 പ്ലസ് 5 പ്ലസ് 3 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു 26 + 5 ഈസ് ഈക്വൽ ടു 31 31 + 3 ഈസ് ഈക്വൽ ടു 34 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഡിറ്റർമിനൻസ് ഈസ് ഈക്വൽ ടു 34 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ 34 എന്ന് പറയുന്നത് എന്തായിരിക്കും? 34 നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെ നമുക്ക് എന്താ? എ ഈസ് എ എന്ത് മെട്രിക്സ് ചെയ്താൽ? എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞത്. എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ്. അങ്ങനെയാണ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. അതിന് അടുത്ത സ്റ്റെപ്പ് എന്താ? അഡ്ജോയിൻ്റ് ഓഫ് എ അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. 3/3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം? എല്ലാ എലമെൻസും ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാ എലമെൻസും എഴുതുക. അപ്പോൾ എങ്ങനെ വരും? 2 1 1 1 -2 -1 0 3 -5. ഇനി എല്ലാ എലമെൻസും ഒന്നും കൂടി എടുത്ത് ചെയ്തു. അപ്പോൾ എങ്ങനെ വരും? 2 1 1 1 -2 -1 0 3 -5. അടുത്ത കംപ്ലീറ്റ് എലമെൻസ് ഒരു പ്രാവശ്യം കൂടി എടുത്ത് ചെയ്തു. അപ്പോൾ എങ്ങനെ വരും? 2 1 1 2 1 1 1 -2 -1 1 -2 -1. അടുത്ത് 0 3 -5 0 3 -5 എന്ന് പറയും. അടുത്ത സ്റ്റെപ്പ് എന്താ? എല്ലാ ബോർഡേഴ്സിനും എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. ബോർഡേഴ്സിനെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്ത് ബാക്കിയില്ല നമ്പേഴ്സിനെ മാത്രം എടുത്തത്. ബാക്കി ആരും എഴുതേണ്ടത്? -2 -1 1 -2 1 -2. അടുത്തേക്ക് വരും 3 -5 0 3 എന്ന് പറഞ്ഞ് കിട്ടും. അടുത്ത റോ എങ്ങനെ വരും? 1 1 2 1 1 1 2 1. അടുത്തേക്ക് വരും -2 -1 1 -2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്ര എലമെൻറ്റ്സ് മാത്രം കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിനെ ഓരോന്നിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എഴുതുക. ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഒരു മെട്രിക്സ് വരും. അപ്പോൾ -2 × -5 ഈസ് ഈക്വൽ ടു 10 -3 × -1 ഈസ് ഈക്വൽ ടു -3. അപ്പോൾ എങ്ങനെ വരും? -3 എന്ന് പറഞ്ഞു വരും. അടുത്തേക്ക് വരും -1 × 0 ഈസ് ഈക്വൽ ടു 0 -5 × 1 ഈസ് ഈക്വൽ ടു -5 എന്ന് പറഞ്ഞു വരും. അടുത്ത് എങ്ങനെ വരും? 1 × 3 ഈസ് ഈക്വൽ ടു 3 -0 × -2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു വരും. അടുത്ത് വരും 3 × 1 ഈസ് ഈക്വൽ ടു 3 -1 × -5 ഈസ് ഈക്വൽ ടു -5 എന്ന് പറഞ്ഞു വരും. അടുത്ത് വരും -5 × 2 ഈസ് ഈക്വൽ ടു -10 -1 × 0 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു വരും. അടുത്ത് വരും 0 × 1 ഈസ് ഈക്വൽ ടു 0 -2 ×
3 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞു വരും. അടുത്തിങ്ങനെ വരും 1 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു -1 -2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞു വരും. അടുത്തിങ്ങനെ വരും 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 -1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞു വരും. അടുത്തിങ്ങനെ വരും 2 ഇൻറ്റു -2 ഈസ് ഈക്വൽ ടു -4 -1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ ആഡ് ചെയ്ത് തരുമ്പോൾ എങ്ങനെ കിട്ടും? ഈസ് ഈക്വൽ ടു 10 + 3 ഈസ് ഈക്വൽ ടു 13 എന്ന് പറഞ്ഞു വരും. 0 - -5 ഈസ് ഈക്വൽ ടു 5, 3 + 5 ഈസ് ഈക്വൽ ടു 8, -10 -6 -1 + 2 ഈസ് ഈക്വൽ ടു 1, 1 + 2 ഈസ് ഈക്വൽ ടു 3, -4 -1 ഈസ് ഈക്വൽ ടു -5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടിരിക്കും. ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടിരിക്കും എന്ത് കിട്ടും? അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടും. അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 13 8 1 5 -10 3 3 -6 -5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എയും കിട്ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? എ ഇൻവേഴ്സ് കണ്ടിരിക്കണം. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ 1 ഡിറ്റർമിനൻ്റ് ഓഫ് എക്ക് വരാറുണ്ട് 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 34 എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്? 13 8 1 5 -10 3 3 -6 -5 എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അതിന് അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടത്? എക്സ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് ഇക്വേഷൻ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സിന് വരെ എന്തിട്ടുണ്ട്? 1/34 ഇൻറ്റു മെട്രിക്സ് കിട്ടിയിട്ടുണ്ടല്ലേ? 13 8 1 5 -10 3 3 -6 -5 ഇൻറ്റു ഏത് കണ്ടിരിക്കുക? ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെ കിട്ടിയിട്ടുണ്ട്? 1 3/2 9 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുക? ഇതിനെ ഇവിടെ തന്നെ വെക്കുക. ഈസ് ഈക്വൽ ടു 1/34 അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 13 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 13. അടുത്തേക്ക് വരും പ്ലസ് അടുത്തേക്ക് വരും 8 ഇൻറ്റു 3/2. അപ്പോൾ 8 ഇൻറ്റു 3/2 ഈസ് ഈക്വൽ ടു 24/2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 12 എന്ന് പറഞ്ഞു വരും. അടുത്തേക്ക് വരും 1 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞു വരും. അടുത്തേക്ക് വരും 5 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 5. -10 ഇൻറ്റു 3/2 എന്ത് വരും? -10 ഇൻറ്റു 3/2 എന്ന് പറയുമ്പോൾ -13/2 എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കിട്ടും? -15 എന്ന് പറഞ്ഞു വരും. അടുത്തേക്ക് വരും 3 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 27 എന്ന് പറഞ്ഞു. അടുത്തേക്ക് വരും 3 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 3 പ്ലസ് -6 ഇൻറ്റു 3/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 6ഉം പോയി ബാക്കി എത്ര വരും? -2 എന്ന് പറഞ്ഞു. -2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു -6 എന്ന് പറഞ്ഞു വരും. അടുത്തേക്ക് വരും -5 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു -45 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഈസ് ഈക്വൽ ടു 1/34 ഇൻറ്റു ഒരു കോളം മെട്രിക്സ് കിട്ടും. 13 + 12 + 9 ഈസ് ഈക്വൽ ടു 34. അടുത്തിന് 5 -15 ഈസ് ഈക്വൽ ടു -10 -10 + 27 ഈസ് ഈക്വൽ ടു 17 എന്ന് പറഞ്ഞു കിട്ടും. അടുത്തിങ്ങനെ വരും 3 - 6 ഈസ് ഈക്വൽ ടു -3 -3 -45 ഈസ് ഈക്വൽ ടു -51 എന്ന് പറഞ്ഞ ഒരു ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. അടുത്ത് എന്ത് ചെയ്യുക? ഈ 1/34 എല്ലാ എലമെൻറ്റ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടും 34/34 17/34 -51/34 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇവിടെ എന്ത് വരും? 1 ഇവിടെ എന്ത് വരും? 1/2 ഇവിടെ എന്ത് വരും? -3/2 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് കിട്ടും. അങ്ങനെയാണ് എക്സ് ഈസ് ഈക്വൽ ടു വരും. എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 1/2, സെഡ് ഈസ് ഈക്വൽ ടു -3/2 എന്ന് പറഞ്ഞ വാല്യൂസ് കിട്ടും. ഈ കിട്ടിയ വാല്യൂസ് ആയിരിക്കും ഇതിൻ്റെ ഈ ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 12th ക്വസ്റ്റ്യൻ പറഞ്ഞതും സെയിം ക്വസ്റ്റ്യൻ തന്നെ 3/3 മെട്രിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്താൽ അതിൻ്റെ ഫോം എഴുതുക. ഫോം എങ്ങനെ എഴുതണ്ടേ? എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ
ഫോം ചെയ്ത് അടുത്ത് എന്ത് ചെയ്ത് എയും എക്സും ഒക്കെ ചെയ്ത് എ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും എ ഈസ് ഈക്വൽ ടു 1 -1 1 2 1 -3 അടുത്തിങ്ങനെ വരും 1 1 1 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് കിട്ടും. അതുപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു വരും എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ് വരും. അതുപോലെ തന്നെ അടുത്ത ബി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും ബി ഈസ് ഈക്വൽ ടു 4 0 2 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞ് വരും. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/determinant ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ എന്നിരിക്കും ഇക്വേഷൻ വരും. അപ്പോൾ ഫസ്റ്റ് എന്തെടുക്കണം ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എങ്ങനെ വരും ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എങ്ങനെ വരും 1 × 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 × -3 ഈസ് ഈക്വൽ ടു -3 അടുത്ത -1 ഇൻറ്റു 2 × 1 ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 × -3 ഈസ് ഈക്വൽ ടു -3 പ്ലസ് 1 ഇൻറ്റു എങ്ങനെ വരും 2 × 1 ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 × 1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും 1 ഇൻറ്റു 1 + 3 ഈസ് ഈക്വൽ ടു 4 ഇവിടെ എന്ത് വരും മൈനസ് മൈനസ് കൂടി എന്തെങ്കിലും പ്ലസ് 1 ഇൻറ്റു 2 + 3 ഈസ് ഈക്വൽ ടു 5 അടുത്തെങ്കിലും പ്ലസ് 1 ഇൻറ്റു 2 - 1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു 4 + 5 + 1 ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. 10 നോട്ട് ഈക്വൽ ടു 0 അങ്ങനെ നമുക്ക് എന്താ പറയുക എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയാൻ പറ്റും നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയാണ് അടുത്ത് എന്ത് കണ്ടുപിടിക്കുക അഡ്ജോയിൻറ്റ് ഓഫ് എ അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി 3/3 മെട്രിക്സ് അല്ലേ. അപ്പോൾ അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അതിൻ്റെ എല്ലാ എലിമെൻറ്റ്സും ഒരു പ്രാവശ്യം എടുത്ത് ചെയ്ത് അപ്പോൾ 1 -1 1 2 1 -3 1 1 1 അടുത്ത് എന്ത് ചെയ്യുക ഈ എലമെൻറ്റ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ അപ്പോൾ എങ്ങനെ വരും 1 -1 1 2 1 -3 1 1 1 എന്ന് പറഞ്ഞു വരും. അടുത്ത കംപ്ലീറ്റ് എലമെൻറ്റ്സ് ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ എങ്ങനെ വരും 1 -1 1 1 -1 1 അടുത്ത് 2 1 -3 2 1 -3 1 1 1 1 1 1 എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ ഇതിൻ്റെ ബോർഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ബോർഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി എലമെൻറ്റ്സിനെ മാത്രം എടുത്തിട്ട് ബാക്കി എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും ബാക്കി എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആരൊക്കെ ഉണ്ട് ഇവിടെ 1 -3 2 1 അടുത്ത റോയിൽ ആരുണ്ട് 1 1 1 1 ഉണ്ട് അടുത്ത റോയിൽ ആരുണ്ട് -1 -1 1 1 -1 എന്ന് പറഞ്ഞാൽ അടുത്ത റോയിൽ ആരുണ്ട് 1 -3 2 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താ ഇതിന് ഓരോന്നിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എഴുതുക. അപ്പോൾ ഈ സീക്വൽ ടു എങ്ങനെ ഒരു മെട്രിക്സ് രൂപത്തിൽ വരും. മെട്രിക്സ് 1 × 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 × -3 ഈസ് ഈക്വൽ ടു -3 എന്ന് പറഞ്ഞ് വരും. അടുത്തിങ്ങനെ വരും -3 × 1 ഈസ് ഈക്വൽ ടു -3 മൈനസ് 1 × 2 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു വരും. അടുത്തിങ്ങനെ വരും 2 × 1 ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 × 1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. അടുത്തിങ്ങനെ വരും 1 × 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് -1 × 1 ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞു വരും. അടുത്തിങ്ങനെ വരും 1 × 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 × 1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു വരും. അടുത്തിങ്ങനെ വരും 1 × -1 ഈസ് ഈക്വൽ ടു -1 മൈനസ് 1 × 1 ഈസ് ഈക്വൽ ടു 1. അടുത്ത റോയിലേക്ക് വരുമ്പോൾ -1 × -3 ഈസ് ഈക്വൽ ടു 3 മൈനസ് 1 × 1 ഈസ് ഈക്വൽ ടു 1. അടുത്തിങ്ങനെ വരും 1 × 2 ഈസ് ഈക്വൽ ടു 2 മൈനസ് -3 × 1 ഈസ് ഈക്വൽ ടു -3 എന്ന് പറഞ്ഞു വരും. അടുത്ത എലമെൻറ്റ്സ് എങ്ങനെ വരും 1 × 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 × -1 ഈസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനെ മാറ്റി ചെയ്യുമ്പോൾ കിട്ടും ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് വരും അല്ലേ. മെട്രിക്സ് എന്ന് പറയുമ്പോൾ 1 + 3 ഈസ് ഈക്വൽ ടു 4 അവിടെ -3 - 2 ഈസ് ഈക്വൽ ടു -5 അടുത്ത 2 - 1 ഈസ് ഈക്വൽ ടു 1 1 + 1 ഈസ് ഈക്വൽ ടു 2 1 - 1 ഈസ് ഈക്വൽ ടു 0 -1 - 1 ഈസ് ഈക്വൽ ടു -2 3 - 1 ഈസ് ഈക്വൽ ടു 2 2 + 3 ഈസ് ഈക്വൽ ടു 5 അടുത്ത 1 + 3 ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ
അങ്ങനെയാണ് അഡ്ജോയിൻ്റ് ഓഫ് എ എങ്ങനെ വരും? അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഈ കിട്ടിയ മെട്രിക്സിന് എന്ത് കണ്ടിക്കുക, ഇത് കോഫാക്ടർ മെട്രിക്സിൽ കിട്ടിയ അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടിക്കുക. അപ്പോൾ എങ്ങനെ വരും? 4 2 2 -5 0 5 1 -2 3 എന്ന് പറഞ്ഞ് അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടും. അടുത്ത എന്താ ഇക്വേഷൻ എന്തില്ലത്? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടുന്നത്? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയിട്ടുണ്ട്? 10 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 1/10 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എങ്ങനെ കിട്ടിയിട്ടുണ്ട്? 4 2 2 -5 0 5 1 -2 3 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടി? എ ഇൻവേഴ്സ് കിട്ടി. അടുത്ത ഇക്വേഷൻ എന്താ? അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എന്താ? എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് ഇക്വേഷൻ. അപ്പോൾ എ ഇൻവേഴ്സിന് പകരം ആരുണ്ട്? 1/10 ഇൻറ്റു ഏത് മെട്രിക്സ് ഉണ്ട്? 4 2 2 -5 0 5 1 -2 3 എന്ന് പറഞ്ഞ മെട്രിക്സ് ഇൻറ്റു ആര് വരും? ബി മെട്രിക്സ്. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയിട്ടുണ്ട്? 4 0 2 എന്ന് പറഞ്ഞ മെട്രിക്സ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ സീക്വൽ ടു വരും 1/10 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ എങ്ങനെ വരും? 4 × 4 ഈസ് ഈക്വൽ ടു 16 പ്ലസ് 2 × 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് 2 × 2 ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ് വരും. അടുത്തെങ്ങനെ വരും? -5 × 4 ഈസ് ഈക്വൽ ടു -20 പ്ലസ് 0 × 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് 5 × 2 ഈസ് ഈക്വൽ ടു 10. അടുത്തെങ്ങനെ വരും? 1 × 4 ഈസ് ഈക്വൽ ടു 4 പ്ലസ് -2 × 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് 3 × 2 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ് വരും. ഈ സീക്വൽ ടു വരും 1/10 ഇൻറ്റു എങ്ങനെ വരും മെട്രിക്സ്? 16 + 4 ഈസ് ഈക്വൽ ടു 20 -20 + 10 ഈസ് ഈക്വൽ ടു -10. അടുത്തിന് 4 + 6 ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. അങ്ങനെയാണ് ഇതിന് എല്ലാ എലമെൻസിനും 1/10 കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 20/10 അടുത്ത -10/10 10/10 എന്ന് പറഞ്ഞ് കിട്ടും. ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2 -1 1 എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ therefore എക്സ് ഈസ് ഈക്വൽ ടു വരും 2 എന്ന് പറഞ്ഞ് വരും. അതുതന്നെ y ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ് കിട്ടും. z ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഈ x ഈസ് ഈക്വൽ ടു 2ഉം y ഈസ് ഈക്വൽ ടു 1 -1 z ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും ഇതിൻ്റെ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ.